ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദേശവാസികൾക്കും വ്യാപാര സ്ഥാപനങ്ങളിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കും വാഹന യാത്രികരായി ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളായി അങ്ങനെ എല്ലാ നിലവാരത്തിലും ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യ സഹോദരങ്ങൾക്ക് MBDP എന്ന ഈ യുവജന ടീമിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച് 10 ദിവസത്തെ യാത്രയായി ഇടുക്കിയിൽ അവസാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവതലമുറയെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയായി പുറപ്പെട്ട വാഹനമാണ് ഈ ഏനാത്ത് ജംഗ്ഷനിൽ എത്തി നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു കവലപ്രസംഗത്തിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം കണ്ടുപിടുത്തങ്ങൾ കമ്പ്യൂട്ടറും ടെക്നോളജിയും ശാസ്ത്രവും ഇന്റർനെറ്റും സയൻസുമൊക്കെ ഇത്രത്തോളം ആധുനിക പുരോഗതിയിൽ എത്തി നിൽക്കുന്ന കൊച്ചു കേരളത്തിൽ ഈ തരത്തിൽ പൊട്ടന്മാരെ പോലെ കവലകളിൽ നിന്ന് വിളിച്ചു പറയുന്ന വാക്കുകൾക്ക് എന്ത് പ്രസക്തി എന്ന് ചിന്തിക്കാം. എങ്കിലും ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇത്തരത്തിലുള്ള കവലപ്രസംഗങ്ങൾ കൊണ്ട് നാശത്തിൽ അകപ്പെട്ടുപോയ അനേക യുവതലമുറ യൗവനക്കാരെ ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള അനുഭവ സമ്പത്ത് പിറകിലുള്ളതുകൊണ്ട് ഈ സന്ദേശം കവലകളിൽ പറയുന്നതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നില്ല. ഒരു 10-15 മിനിറ്റ് നിമിഷം മാത്രമേ ഏനാത്ത് ജംഗ്ഷനിൽ ഞങ്ങൾ ആയിരിക്കുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നുപോകുവാനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഒരല്പനിമിഷം നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഈ ശബ്ദവീതിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ കണ്ടുപിടുത്തവും ശാസ്ത്രവും ടെക്നോളജിയും ഇന്റർനെറ്റും ഒക്കെ ഉണ്ടാകുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കുറിക്കപ്പെട്ടൊരു വേദഭാഗമുണ്ട്. എന്താണ് ആ വേദഭാഗം? അതിങ്ങനെയാണ്. 49-ാം സങ്കീർത്തനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം അതിങ്ങനെയാണ്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകുന്ന ഒരു കാലം വരും. പ്രിയ സ്നേഹിതരെ, മനുഷ്യൻ മൃഗമാണോ? അല്ല. ദൈവം മനുഷ്യനെ മൃഗമായി സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലും മനുഷ്യൻ മൃഗമല്ലെന്നും മൃഗം ഏതാണെന്നും മനുഷ്യൻ ഏതാണെന്നും നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാം. എന്റെ വീട്ടിലെ പശു ചത്തുപോയി, അടുത്തയാഴ്ച പാട്ടുകുർബാനയാണ് എന്നാരും ക്ഷണിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിലെ പട്ടി ചത്തുപോയി, അടുത്താഴ്ച അടിയന്തരത്തിന് ഇഡലി തിന്നാൻ വരണമെന്ന് ആരും ക്ഷണിക്കാറില്ല. പട്ടിയും പശുവും ചത്തതുകൊണ്ട് അവിടെ അവസാനിക്കുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠതയോടെ മനുഷ്യൻ മരിച്ചാൽ ശേഷക്രിയയും മോശക്രിയമായി പിന്നെയും കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കാരണം മൃഗങ്ങൾക്കില്ലാത്തതും മനുഷ്യന് മാത്രമുള്ളതുമായ ശ്രേഷ്ഠമായ ആത്മാവിനാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ ഒരിക്കലും മൃഗമല്ല എന്നുള്ള കാര്യം പകൽ പോലെ യാഥാർത്ഥ്യമാണ്. പിന്നെ എന്തിനാണ് ദൈവവചനമെന്ന് അവകാശപ്പെടുന്ന ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം എഴുതി വെച്ചതെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതർക്ക് അതിന്റെ മറുപടി അറിയണമെങ്കിൽ ഓരോ ദിവസവും പ്രഭാതത്തിൽ വീട്ടുമുറ്റത്ത് വന്നു വീഴുന്ന മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ തുറന്നൊന്ന് വായിച്ചാൽ ഓരോ ദിവസവും കാണുന്ന അക്രമത്തിന്റെയും പീഡനത്തിന്റെയും സ്ഫോടനത്തിന്റെയും ഒക്കെ വാർത്തകൾ ഒന്നെടുത്ത് പഠിച്ചാൽ മൃഗങ്ങൾ പോലും മൂക്കത്ത് വിരൽ വെച്ച് അയ്യയ്യയ്യയ്യേന്ന് കളിയാക്കത്തക്കവണ്ണം നാണം കെട്ട മൃഗമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ നാം വായിച്ചറിയുകയാണ്. ജനിപ്പിച്ച സ്വന്തം അപ്പന് പെൺകുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയാത്ത കാലം, പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞിനെ കൊണ്ടു നടന്നു വിൽക്കുന്ന അമ്മമാരുടെ കാലം, പെറ്റുവളർത്തിയ അമ്മയെ റബ്ബർ തോട്ടത്തിനിടയിലൂടെ ഓടിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന മകനും, ചോരക്കുഞ്ഞിനെ യൂറോപ്യൻ ക്ലോസറ്റിനകത്ത് തല തിരികെ കയറ്റി കൊന്നുകളയുന്ന അമ്മയും തീർന്നില്ല. നൊന്ത് പെറ്റ അമ്മ കുളിക്കുകയും വസ്ത്രം മാറുകയും ചെയ്യുന്ന രംഗങ്ങൾ പോലും മൊബൈലിൽ പകർത്തിയെടുത്ത് സായിപ്പിന് അയച്ചു കൊടുത്ത് അക്കൗണ്ടിൽ പണം വരുത്തിയ 9ാം ക്ലാസ്സുകാരനും അടങ്ങുന്ന കൊച്ചു കേരളം. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാവേ,
കണ്ടുപിടുത്തവും ടെക്നോളജിയും ശാസ്ത്രവും സയൻസും ഒക്കെ അതിന്റെ അങ്ങേ തലത്തിലെത്തി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. പെറ്റുകിടക്കുന്ന ഒരു പട്ടിയുടെ അടുക്കൽ ചെന്നാൽ അത് കടിക്കാനോടിക്കും, അടയിരിക്കുന്ന ഒരു കോഴിയുടെ അടുക്കൽ ചെന്നാൽ അത് കൊത്താനോടിക്കുമ്പോൾ പ്രസവിച്ച ചോരക്കുഞ്ഞിനെ കഴുത്തറുത്ത് വേസ്റ്റ് ബോക്സിൽ ഇട്ടുകളയുന്ന അമ്മയും KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റിൽ പെറ്റിട്ടച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന അമ്മ ഒക്കെ മിണ്ടാപ്രാണിയായ ഒരു കോഴി പോലും ഒരു മുട്ടയിട്ടാൽ കൂകി വിളിച്ച് 10 പേരെ അറിയിക്കുമെന്നാൽ പെറ്റുകളഞ്ഞ അമ്മ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന മനോഭാവത്തിലുള്ള അമ്മമാരുമൊക്കെ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അയ്യോ ഇതൊക്കെ മനുഷ്യരാണോ എന്ന് ചിന്തിക്കുന്ന ചില അപ്പച്ചന്മാര് തലനരച്ചവര് നമ്മുടെ നാട്ടിലുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, മനുഷ്യൻ മൃഗമല്ലെന്ന് നമുക്കറിയാം. പക്ഷേ സ്വഭാവത്തിന്റെ വൈകല്യം അവനെ മൃഗമാക്കിക്കൊണ്ടിരിക്കുന്നു. പഠിക്കാൻ സ്കൂളിലേക്ക് അയച്ച പെൺകുഞ്ഞ് പഠിത്തത്തിൽ മാർക്ക് കുറച്ച് വീട്ടിൽ വന്ന് കയറിയാൽ ചെവിക്ക് പിടിച്ച് കിഴുക്കിക്കൊണ്ട് അമ്മ ചോദിക്കും, കഴുതേ ഇതിനാണോ നിന്നെ പഠിക്കാനയച്ചത്? 4 കാലും ഒരു വാലും കുഞ്ഞിനുണ്ടായിട്ടല്ല കഴുതയെന്ന് വിളിച്ചത്. സ്വഭാവത്തിന്റെ വൈകല്യം മൃഗത്തിന്റെ പേര് വിളിപ്പിച്ചു. 3 വയസ്സുള്ള കുഞ്ഞ് സിറ്റൗട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചുകൂവി, പപ്പ പാമ്പ് പാമ്പ് പാമ്പ്. പപ്പ വടിയുമായിട്ട് ഓടിയിറങ്ങി, എന്തിയ മക്കളെ പാമ്പ്? അതെ, അയലത്തെ ചേട്ടൻ വെള്ളമടിച്ച് 4 കാലേ വരുന്ന രംഗം കണ്ട് 3 വയസ്സുള്ള കുഞ്ഞിട്ട പേരാണ് പാമ്പ്. സ്നേഹിതരെ, തലയും വാലും ഉണ്ടായിട്ടല്ല പാമ്പെന്ന് വിളിച്ചത്. സ്വഭാവത്തിന്റെ വൈകല്യം മൃഗത്തിന്റെ പേര് വിളിപ്പിച്ചു. തീർന്നില്ല. കണിച്ചുകുളങ്ങര കൂട്ടക്കൊലക്കേസിലെ 1-ാം നമ്പർ പ്രതിയായ സാജു എന്ന ചെറുപ്പക്കാരനെ പത്രം TV മാധ്യമങ്ങൾ വിളിച്ചൊരു പേരുണ്ട്, മൃഗം സാജു. തീർന്നുവോ? ഇല്ല. ആടാന്റണിയും ഓന്തോണിയും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കൊച്ചു കേരളത്തിൽ മനുഷ്യൻ മൃഗമായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിനവും പത്രമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവാഹ സ്വപ്നങ്ങളുമായി ട്രെയിനിൽ യാത്ര ചെയ്ത നമ്മുടെ കൊച്ചു സഹോദരി സൗമ്യ എന്ന പെൺകുഞ്ഞിനെ നരാധവനായ ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി കടിച്ചു കീറി റെയിൽവേ പാളത്തിലേക്ക് വലിച്ചെറിഞ്ഞ വാർത്ത മലയാളികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. തീർന്നുവോ? പാതിരാത്രിയിൽ ഡൽഹി പട്ടണത്തിൽ ഒരു പെൺകുഞ്ഞിനെ പിച്ചു ചീന്തി റോഡിലേക്ക് വലിച്ചെറിഞ്ഞ ചിത്രവും മലയാളികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അങ്ങനെ അനവധി വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പ്രഭാതത്തിൽ സിറ്റൌട്ടിൽ വന്നു വീഴുന്ന പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരുപക്ഷെ മൃഗങ്ങൾ പോലും മൂക്കത്തുവരൽ വെച്ച് അയ്യയ്യേ അയ്യേ എന്ന് കളിയാക്കുന്ന മനോഭാവത്തിൽ മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. സംഗതി കുഞ്ഞേ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. അതിനിപ്പോ ഈ കവല തിന്നുകൊണ്ട് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ പള്ളിക്കകത്ത് പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ട് പോരാ? പത്രമാധ്യമങ്ങളിൽ പ്രതിപ്പട്ടികയിൽ അക്രമത്തിന്റെയും പീഡനത്തിന്റെയും സ്ഫോടനത്തിന്റെയും വാർത്തകളിൽ പ്രതിപ്പട്ടികയിൽ നിറഞ്ഞു നിൽക്കുന്ന പേരുകാരെ എടുത്തു പഠിച്ചാൽ ഹൈന്ദവ സഹോദരങ്ങൾ മാത്രമല്ല, ഇസ്ലാമിക സഹോദരങ്ങൾ മാത്രമല്ല, ക്രൈസ്തവ സ്നേഹിതർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട പേരുകാരും പ്രതിപ്പട്ടികയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, പ്രായപൂർത്തിയാകാത്ത ചെറുപ്പക്കാർ പോലും പ്രതിപ്പട്ടികയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ സന്ദേശം ഒരു പ്രത്യേക വിഭാഗക്കാരോട് പറഞ്ഞാൽ ഒക്കത്തില്ല. അതുകൊണ്ട് പരസ്യമായി മനുഷ്യരായി പിറന്ന സകലരും ഈ സന്ദേശം കേട്ടേ മതിയാകും. ശ്രദ്ധിക്കണം. അപ്പോൾ ചിലർ പറയും, ഇവിടെ ഇത് ക്രിസ്ത്യാനികളുടെ ഒരു പരിപാടിയാണ്, ഇവരിങ്ങനെ കവലയിൽ വന്ന് പ്രസംഗിക്കുന്നത് ഇത് ഈ മതപ്രസംഗത്തിന്റെ ഭാഗമാണ്. സ്നേഹിതരെ, ഇത് ക്രിസ്ത്യാനിയുടെ പരിപാടിയാണെങ്കിൽ പ്രസംഗിക്കേണ്ടത് എനിക്ക് അറിയായും തോമായും ഒക്കെയാ. എന്നാൽ പ്രസംഗിക്കുന്ന എന്റെ പേര് ഷമീർ എന്നും ഞാനൊരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മനുഷ്യനുമാണ്. ഞങ്ങളുടെ ഈ MBDP എന്ന ടീമിനകത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു സുവിശേഷകനുണ്ട്, പാസ്റ്റർ ഇസ്മായിൽ എന്നാണ് പേര്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച കവലയിൽ പ്രസംഗിച്ചയാള് രാജു ജോസഫാണ്. അതിനു മുൻപ് ഞങ്ങളുടെ കൂടെ പാടുന്ന ചിലര് മറ്റു പല വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഒരു പ്രത്യേക വിഭാഗത്തോട് പറയാത്തതെന്ന് ചോദിച്ചാൽ, ഇത് മനുഷ്യനായി പിറന്ന സകലരും കേട്ടിരിക്കേണ്ട സന്ദേശമാണ്. എന്തുകൊണ്ട് പറഞ്ഞു തരാം. ഓരോ പ്രതികളെയും എടുത്ത് പരിശോധിച്ചിട്ട് കോടതി വിചാരണ ചെയ്ത് പ്രതികളെ റിമാൻഡ് ചെയ്യുമ്പോൾ പത്രം TV മാധ്യമങ്ങൾ എടുത്തു പറയുന്ന ഒരു പദം ശ്രദ്ധേയമാണ്. എന്താണ് ആ പദം? ഒന്നുകൂടെ പറയാം. വിചാരണ കഴിഞ്ഞ് റിമാൻഡ് ചെയ്യപ്പെടുന്ന പ്രതികളെക്കുറിച്ച് പത്ര TV മാധ്യമങ്ങൾ എടുത്തു പറയുന്ന ഒരു പദം അതെങ്ങനെയാണ്? സംഭവ സമയത്ത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നു, സംഭവ സമയത്ത് പ്രതികൾ മയക്കുമരുന്നിനടിമയായിരുന്നു, സംഭവ സമയത്ത് പ്രതികൾ സുബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു,
നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ എന്തിനാണ് പീഡിപ്പിച്ചത്? പപ്പായോട് ചോദിക്കും, നിങ്ങളുടെ മോളല്ലേ 3 വയസ്സുള്ള ആ പെൺകുഞ്ഞിനെ പീഡിപ്പിക്കാൻ അപ്പനാണോ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് ചോദിച്ചാൽ അവൻ പറയും, എനിക്ക് ബോധമില്ലായിരുന്നു, എന്റെ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ എന്റെ കുഞ്ഞാണെന്നൊന്നും ഞാൻ ഓർത്തില്ല, ചെയ്തുപോയി. കാരണം എല്ലാ കുറ്റകൃത്യത്തിന്റെയും പിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. സംഭവ സമയത്ത് പ്രതികൾ സുബോധമില്ലായിരുന്നു, സംഭവ സമയത്ത് പ്രതികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരുന്നു. ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉപദേശി, അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് നശിച്ചു പോകുന്നെങ്കിൽ അതിനെ നന്നാക്കാൻ ഇവിടെ ഗവൺമെന്റ് പോലീസും ഒക്കെ ഉണ്ടോ? അതിനിടെ നിങ്ങളുടെ ഈ കവലപ്രസംഗത്തിന് എന്തുവാണോ പ്രസക്തി എന്ന് ചോദിച്ചാൽ, സ്നേഹിതരെ, ഗവൺമെന്റും പോലീസും ഇന്നലെയും മെലിഞ്ഞാന്നും ഉണ്ടായതല്ല. ഈ കാലം, കേരളകാലം, ഓർമ്മ വെച്ച കാലം തൊട്ട് ഭരണകൂടങ്ങളുണ്ട്. ഏത് പാർട്ടിയോ ആകട്ടെ, ഇന്ന പാർട്ടിയെക്കുറിച്ച് പറയാൻ ഞങ്ങളാരും പാർട്ടിക്കാരല്ല, സോറി. അതുകൊണ്ട് ഒരു പാർട്ടിയെക്കുറിച്ച് പരാമർശിക്കാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. ഏത് പാർട്ടിയോ ഏത് ഭരണകൂടമായിക്കോട്ടെ, മാറി മാറി ഭരിച്ചിട്ടും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് നശിച്ചു പോകുന്ന നമ്മുടെ യുവതലമുറയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. ഭരണകൂടമില്ലാഞ്ഞിട്ടല്ല, പോലീസുകാരുടെ എണ്ണം കൂടാഞ്ഞിട്ടല്ല, എല്ലാ നിലയിലുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തിൽ ആവശ്യത്തിലധികമുണ്ടായിട്ടും, മനുഷ്യ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയും എല്ലാം നന്നായിട്ടും മനുഷ്യന്റെ സ്വഭാവത്തിന് മാത്രം യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എന്നെ കേൾക്കുന്ന ഒരൊറ്റ മനുഷ്യന് പോലും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ്? ഗവൺമെന്റും പോലീസും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്തേ മനുഷ്യനൊരു മാറ്റം വരുന്നില്ല? മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ അനുഗ്രഹീതമായ ഒരു വാക്ക് ഞാനൊന്ന് കടമെടുത്തോട്ടെ. അദ്ദേഹം പറഞ്ഞു, മതം ഏതായാലും മനുഷ്യൻ നന്നാകണം. എത്രയോ മനോഹരമാണ് ആ വാക്ക്. എത്രയോ മനോഹരമാണ്. ഏത് മതമായെങ്കിലും വേണ്ടില്ല, നീ ഒന്ന് ഗുണപ്പെട്ട് കണ്ടാ മതി എന്ന് പറയുന്ന ആ മഹാഗുരുവിന്റെ വാക്കിന്റെ അർത്ഥം, അദ്ദേഹത്തിന്റെ വിഷയം മതമല്ല, മറിച്ച് മനുഷ്യൻ നന്നാകണം, മനുഷ്യൻ നന്മയിലേക്ക് നയിക്കപ്പെടണം. ഭരണകൂടങ്ങൾ മാറി മാറി വന്നിട്ടും ഈ മഹാഗുരുവിന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സ്നേഹിതർക്ക് പോലും കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ അല്പം ഉറപ്പിച്ചും തറപ്പിച്ചും പറയും. എന്താ കാര്യം? ഇവിടെ ഉപദേശി, കണ്ടുപിടുത്തോ ഇന്റർനെറ്റും ടെക്നോളജിയും ഒക്കെ വന്നെങ്കിലും മനുഷ്യന്മാരെ നന്നാക്കുന്ന ഉപകരണം ഇവിടെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതോ കടയെല്ലാം വിൽക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ എങ്ങനെയായി ഗുരുവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നത്? ശരിയാ, മനുഷ്യന്റെ നന്നാക്കുന്ന ഒരു ഉപകരണം ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് മഹാഗുരുവിന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് സമ്മതിച്ച് ഭരണകൂടവും കണ്ടുപിടുത്തവും ശാസ്ത്രവും പോലീസും ഗവൺമെന്റും അമ്പേ പരാജയം സമ്മതിക്കുമ്പോൾ മഹാഗുരുവിന്റെ നല്ല ആഗ്രഹത്തെ സാധിപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തിന് കഴിയാത്തത്, പോലീസിന് കഴിയാത്തത് ചെയ്തുകൊണ്ട് ജയിലിനകത്ത് പോലും കടന്നു ചെന്ന് കൊലപാതകികളെ പോലും മനുഷ്യ സ്നേഹികളാക്കി മാറ്റിക്കൊണ്ട് മനുഷ്യനെ നന്നാക്കിക്കൊണ്ട് നന്മയിലേക്ക് നയിച്ചുകൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്നൊരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ കവലയിൽ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം. കൊല്ലം ജില്ലയിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും പെങ്ങന്മാർക്കും വേദനയായി കൊല്ലത്ത് പള്ളിത്തോട്ടം തങ്കശ്ശേരി കടപ്പുറ തീരദേശത്ത് കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്തടിച്ച് രാത്രികാലങ്ങളിൽ ആളില്ലാത്ത വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ കയറിയിരുന്ന് മദ്യപിച്ചും രാത്രിയിൽ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി ആർക്കും നന്നാക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിൽ 2002 ഇതുപോലെ കവലയിൽ പൊട്ടന്മാരെ പോലെ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ വെളിച്ചം 2002 എന്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്നപ്പോൾ കഴിഞ്ഞ 13 വർഷമായി ആ അപ്പനും അമ്മയ്ക്കും എന്നെ കൊള്ളാവുന്ന മകനാക്കി തിരിച്ചു കൊടുത്ത പുണ്യമാണ് സുവിശേഷം. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ ചെറുപ്പക്കാര് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടവരാണ് കൂടുതലും. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞൊരു കോളനിയുണ്ട്. പകൽ പോലും സഹോദരിമാർക്ക് വഴി നടക്കാൻ പറ്റാത്തവണ്ണം ക്രിമിനലുകളെ കൊണ്ട് നിറഞ്ഞ ചെങ്കൽച്ചൂള. മാറി മാറി വന്ന പോലീസ് നന്നാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഗവൺമെന്റ് നന്നാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. തേറ്റ അനിയും ഗോൾഡ് സുനിയും മിന്നൽ പ്രതാപനും ഗുണ്ടുകാട് സാബുവുമൊക്കെ പാർക്കുന്ന ചെങ്കൽച്ചൂളയിൽ ഒടുവിൽ വന്ന ഗവൺമെന്റ് 2 ഫയർഫോഴ്സ് യൂണിറ്റ് ചെങ്കൽച്ചൂളയ്ക്ക് വേണ്ടി സ്ഥാപിച്ചുകൊണ്ട് ഒടുവിൽ വന്ന ഗവൺമെന്റ് വിധി പറഞ്ഞു, ചൂള നന്നാകത്തില്ല. കേൾക്കണേ, ചൂള നന്നാകത്തില്ലെന്ന് ഗവൺമെന്റ് വിധി എഴുതിയ, പോലീസ് വിധി എഴുതിയ ചെങ്കൽച്ചൂളയിൽ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാര് അകത്തോട്ട് പ്രവേശിച്ചു. തോളിലൊരു സഞ്ചിയുണ്ട്, സഞ്ചിക്കകത്ത് വാളില്ല, ഇരുമ്പ് വടിയില്ല, ചങ്ങലയില്ല, സൈക്കിൾ ചെയിനില്ല. അക്രമത്തിന്റെ മാർഗത്താലല്ല, പീഡനത്തിന്റെ
മാർഗത്താലല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, മറിച്ച് സ്നേഹത്തിന്റെ സന്ദേശവുമായി ചെങ്കൽച്ചൂളക്കകത്ത് സുവിശേഷം കടന്നു ചെന്നപ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ പറയുന്നത് അമേരിക്കയിലെ കാര്യമല്ല, മറിച്ച് തിരുവനന്തപുരം പട്ടണത്തിൽ നിങ്ങൾ വരണം, ആ ചൂളക്കകത്ത് പ്രവേശിക്കണം. അവിടെ അതാ തേറ്റ അനിയും ഗോൾഡ് സുനിയും മിന്നൽ പ്രതാപനും ഗുണ്ടകാട് സാബുവും സുവിശേഷത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി ഒരു കുഞ്ഞാടിനെ പോലെ അവരുടെ കുടുംബങ്ങളുമായി സന്തോഷത്തോടെ വസിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. ഒരു കഥ പറഞ്ഞേച്ചു പോവുകയല്ല തെരുവിൽ. നിരവധി അനുഭവങ്ങൾ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സ്നേഹിതനുണ്ട്, രാജു ജോസഫ്. അദ്ദേഹം എനിക്ക് മുമ്പ് കവലയിൽ പ്രസംഗിച്ചു. അദ്ദേഹം ഇതുപോലെ കവലയിൽ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ എവിടെ കണ്ടാലും പിടിച്ചിട്ട് അടിക്കാൻ നടന്ന മനുഷ്യൻ. ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കുന്നതേ അലർജിയായിട്ട് നടന്ന ഒരു മനുഷ്യൻ എനിക്ക് മുമ്പ് കൊട്ടാരക്കര ജംഗ്ഷനിൽ പ്രസംഗിച്ചിട്ടേ എന്റെ കൂടെ നിൽക്കുന്നു. ഇതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് ഈ നല്ല യൗവനം, നിങ്ങൾ നോക്കേ, ഈ നല്ല യൗവനം ഒരു നാണവും മാനവും ഇല്ലാതെ കവലയിൽ വന്നു നിന്നുകൊണ്ട് ഈ സന്ദേശം വിളിച്ചു പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും മാതാപിതാക്കൾക്ക് പെങ്ങന്മാർക്ക് തലവേദനയായി ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിച്ച ഈ പുണ്യ സുവിശേഷം ഈ കവലയിൽ വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നില്ല. സുവിശേഷത്തെ വൈരാഗ്യ മനസാക്ഷിയോടെ കാണുന്ന പലരെയും ഞങ്ങൾ ഈ യാത്രയിൽ കണ്ടിട്ടുണ്ട്. സ്നേഹിത, മനസാക്ഷിയിൽ കൈവച്ചുകൊണ്ട് താങ്കൾ ഒരു മറുപടി പറയണം. സുവിശേഷം നാടിന് എന്ത് ദോഷം വരുത്തി? നിങ്ങളുടെ സുവിശേഷം കേട്ട് എന്റെ മോൻ കുടിയനായെന്ന് പറയാൻ ഒരമ്മ ഏനാത്ത് വരാമെങ്കിൽ ഞങ്ങൾ ഇടുക്കി പോകുന്ന യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ സുവിശേഷം കേട്ട് എന്റെ ഭർത്താവ് കുടിയനായെന്നൊരു ഭാര്യയോ, നിങ്ങളുടെ സുവിശേഷം കേട്ട് എന്റെ മോൻ മയക്കുമരുന്നിന് അടിമയായെന്നോ ഒരു കുടുംബമോ ഒരു അമ്മയോ പറയാൻ തയ്യാറാണെങ്കിൽ ഈ സുവിശേഷം ഞങ്ങൾ അവസാനിപ്പിക്കാം. വേണ്ട, നിങ്ങളുടെ സുവിശേഷം കാരണം ഞങ്ങൾ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം വരെ പോയ വഴിയാ. ഈ സുവിശേഷം കാരണം പോലീസുകാരെ വീശി ചുരുട്ടിക്കൊണ്ട് അവിടുന്ന് ഹൈവേ റോഡ് ബ്ലോക്ക് ചെയ്ത് വഴി തിരിച്ചുവിടേണ്ട ഗതികേടും സുവിശേഷം നിമിത്തം ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള ദോഷവും സുവിശേഷം നാടിന് സമ്മാനിച്ചിട്ടില്ല. മറിച്ച് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും തലവേദനയായി മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട ഷമീറിനെ പോലെ, സിയാദിനെ പോലെ, ഇസ്മായിലിനെ പോലെ, ഐസക്കിനെ പോലെ, അല്ലെങ്കിൽ രാജു ജോസഫിനെ പോലെ, അല്ലെങ്കിൽ അജി ആന്റണിയെ പോലെ അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചുകൊടുത്ത പുണ്യമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ സുവിശേഷത്തിന്റെ സന്ദേശം മാനവജാതിയുടെ ഹൃദയത്തിൽ ഇന്നും ചലനമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. ചിലർ പറയുന്നു ഇവർ ഈ മതം മാറ്റി നടക്കുന്ന പരിപാടിയാ. സ്നേഹിതരെ, മതം മാറേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ആരും മതം മാറരുത്. മതം മാറേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് എന്റെ പേര് ഷമീർ എന്നും എന്റെ സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴും മുസ്ലിം എന്നും ഇരിക്കുന്നത്? എന്താ കാര്യം? പേര് മാറിയിട്ടും മതം മാറിയിട്ടും കാര്യമില്ല. നമ്മുടെ വീട്ടിന്റെ പറമ്പിൽ നിൽക്കുന്ന ഒരുതരം ചെടി, നമ്മൾ കൊല്ലത്തുകാർ ആ ചെടിയെ വിളിക്കുന്ന പേര് ചൊറിയണമെന്ന. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? അതിന്റെ സ്വഭാവം എങ്ങനാ? അത് മേത്ത് തട്ടിയ ചൊറിയും. ചൊറിയണത്തെ പറമ്പിൽ നിളക്കിയെടുത്ത് വീട്ടിന്റെ ഷോക്കേസിനകത്ത് മാർബിളിട്ട ഷോക്കേസിൽ കൊണ്ടുവച്ച് നോക്കേ, എന്നാലും ചൊറിയണം ചൊറിയും. ആഹാ, എന്നാ പേര് മാറ്റാം, ഒരു സ്റ്റിക്കറിനകത്ത് മണിക്കുട്ടി എന്നെഴുതി ഒട്ടിച്ചു വെക്കാം, എന്നാലും ചൊറിയണം ചൊറിയും. കാര്യം, സ്ഥലം മാറിയാലും പേര് മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയും. അതുകൊണ്ട് പേരിലല്ല ഇവിടെ മാറ്റം വരേണ്ടത്, മനുഷ്യന് മാറ്റം വരണം. മഹാനായ ഗുരുദേവൻ പറഞ്ഞതുപോലെ മതം ഏതോ ആയിക്കോട്ടെ, വിഷയമല്ല. മതത്തിന്റെ വക്താക്കളല്ല ഞങ്ങൾ, മറിച്ച് മനുഷ്യൻ നന്നാകണം, മനുഷ്യന് മാറ്റം വരണം. കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ മനുഷ്യന്റെ കഴുത്തറുത്തു തള്ളുന്ന വീഡിയോകൾ ഇന്റർനെറ്റിലും യൂട്യൂബിലും പ്രചരിക്കുകയാണ്. ഒരേ ദൈവത്തിന്റെ സൃഷ്ടി, കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും ശത്രുവല്ല, മറിച്ച് ഒരേ ദൈവത്തിന്റെ സൃഷ്ടി, സഹോദരങ്ങളെന്ന് കണ്ട് തമ്മിൽ കടിച്ചു കയറേണ്ടവരല്ല, തമ്മിൽ സ്നേഹിക്കേണ്ടവരെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ മനുഷ്യന്റെ കഴുത്തറുത്തു തള്ളുന്ന അനേക ക്രൂരമായ കൃത്യങ്ങൾ ഇന്നും നമ്മുടെ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സ്നേഹിതരെ, എങ്ങോട്ടാണ് ഈ പോക്ക്? ചിലർ പറയും ഗവൺമെന്റ് നന്നാക്കിക്കോളും മദ്യവും മയക്കുമരുന്നും ഒക്കെ നടക്കുമെങ്കിൽ, അതിന് നിങ്ങളെപ്പോലെ ഇവിടെ കിടന്ന് തൊണ്ട കീറേണ്ട കാര്യമില്ലെന്ന ചിലർ പറയുന്നു. സ്നേഹിതരെ, ആരാ കുടിക്കാൻ കൊടുക്കുന്നത്? കുടിക്കാൻ കൊടുക്കുന്നതും സർക്കാർ, പിഴ അടപ്പിക്കുന്നതും സർക്കാർ. നാടകമേ ഉലകം. ഇതിനിടയ്ക്ക് എവിടെയാ നന്നാകുന്നത്? സ്നേഹിതരെ, ഈയിടയ്ക്കൊരു ചങ്ങാതി എന്റെ അടുക്ക വന്ന പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്താ? നമ്മുടെ നാട് വികസിച്ചില്ലയോ? ഞാൻ ചോദിച്ചു, എന്താ വികസനം? അദ്ദേഹം പറഞ്ഞു, 1 രൂപയ്ക്കും 2 രൂപയ്ക്കും അരിയില്ലയോ? ആഹാ, അതാണ് വികസനം. എന്നാ കേട്ടോ, 1 രൂപയ്ക്കും 2 രൂപയ്ക്കും അരിയുണ്ട്, പക്ഷേ അത് വേവിക്കണമെങ്കിൽ 1300 രൂപയുടെ ഗ്യാസ് വേണമെന്നുള്ളതും പകൽ പോലെ യാഥാർത്ഥ്യമാണ്. ഇതുപോലൊരു വികസനത്തിന്റെ മറവിൽ മറ്റൊരു കുടുക്കുണ്ട്, ആരും അറിയുന്നില്ല. എന്താ? 1 പാടം 2 പാടം അരിക്ക് പോകുന്ന ആരാ? അംബാനി പോകത്തില്ല, ടാറ്റായും ബിർളായും പോകത്തില്ല, ഇവിടുത്തെ പണച്ചാക്ക് പോകത്തില്ല. പിന്നെ ആരാണ് സർക്കാരിന്റെ നീതി സ്റ്റോറിൽ ക്യൂ നിന്ന് 1 പാട് അരി മേടിക്കാൻ പോകുന്ന ആരാ? പാവപ്പെട്ട തൊഴിലുറപ്പ്, കൂലിപ്പണി, കൊത്തപ്പണി, ടാപ്പിംഗ്, കുടുംബശ്രീ, ഈ പാവങ്ങളാണ് 1 പാട് 2 പാട് അരിക്ക് പോകുന്നത്. ഇതേ പാവങ്ങളാണ് സർക്കാരിന്റെ വേറൊരു ആഫീസിലും പോകുന്നത്. ഏതാഫീസ്? ബിവറേജ് കോർപ്പറേഷൻ, കുപ്പിയെടുക്കാൻ. ഇത് രണ്ടും സർക്കാർ സ്ഥാപനമാണ്. ഇത് രണ്ടും തമ്മിൽ ഒരു ചേട്ടാനിയം ബന്ധമുണ്ടെന്ന് ആർക്ക് പറഞ്ഞുകൂടാ? അതെന്താ ചേട്ടാനിയം ബന്ധം? പറഞ്ഞു തരാം.
നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പാവപ്പെട്ട ഒരു മേശിരിപ്പണിക്കാരൻ, അവൻ ജോലി കഴിഞ്ഞ് കൈയും കാലും മുഖവും കഴുകി 500 രൂപ ശമ്പളം വാങ്ങി പോക്കറ്റിൽ വെച്ചുകൊണ്ട് നേരെ നടക്കുക. എവിടെ? ബിവറേജിലേക്ക്. തലേ തോർത്തുവിട്ടുകൊണ്ട് നിൽക്കുക, കുപ്പിയെടുക്കാൻ. തൊട്ടുപുറകെ ഹെൽമറ്റ് വെച്ചോണ്ട് മോൻ നിപ്പുണ്ട്, അത് പുള്ളി അറിയുന്നില്ല. അപ്പൻ തോർത്തിട്ടുകൊണ്ട് മോൻ ഹെൽമറ്റ് വെച്ചോണ്ട് രണ്ടുപേരും നിൽക്കുക കുപ്പിയെടുക്കാൻ. കേൾക്കണേ, 500-400 കൊടുത്ത് കുപ്പിയെടുത്ത അപ്പൻ ബിവറേജിന്റെ മൂലയിലേക്ക് മാറിയിരുന്ന് കുപ്പി അടിച്ചു തീർത്തു. കുപ്പി കാലിയായി, അപ്പൻ ഫിറ്റായി, മിച്ചം 100ആയി. കേൾക്കണം, ഫിറ്റായി അപ്പൻ കാലിക്കുപ്പിയും കൊണ്ട് ആടി ആക്രിക്കട വന്നു. കാലിക്കുപ്പി അവിടെ കൊടുത്തു, കുപ്പിക്ക് കിട്ടി 3 രൂപ. അരിക്ക് എത്രയേ ഉള്ളൂ? 1 രൂപ. 3 കിലോ അരിയായി. മറിയാമ്മയ്ക്ക് പരാതിയില്ല. 3 കിലോ അരിയും കൊണ്ട് വീട്ടിൽ പോകുന്ന ഇവൻ അറിയുന്നില്ല 1 രൂപയ്ക്ക് അരി കിട്ടിയപ്പോൾ അരിവിലയുടെ എത്രയോ മടങ്ങ് കുപ്പിയുടെ രൂപത്തിൽ സർക്കാരിന്റെ നെഞ്ചത്ത് തിരിച്ചിട്ടാണ് ഇവൻ പോകുന്നത്. അതിവൻ അറിയുന്നില്ല. എന്നിട്ട് അതേ കുപ്പിയുടെ പുറത്ത് വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിരിക്കുന്നു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം പോലും. ആരോഗ്യത്തിന് ആര് വരുന്ന വിഷമാണെങ്കിൽ പിന്നെ ഈ പുല്ലെന്തിനാ കൊടുക്കുന്ന കൊല്ലാനോ? അതങ്ങ് നിർത്തിക്കൂടെ? അയ്യോ, അങ്ങനെ പറയല്ലേ. അത് കൊടുത്തെങ്കിലേ 1 രൂപയ്ക്ക് അരിയുള്ളൂ. കാര്യം ഇതിൽ പോകുന്നത് അതിൽ പിടിച്ചോണ്ടിരിക്കുക. ഇത്രയും വരുമാനമുള്ള ഒരെണ്ണം നിർത്താനും പോകുദേശി അവിടെ. അതാ ചേട്ടാനിയും ബന്ധം. മദ്യപാനി അറിയുന്നില്ല. അവൻ ഈ മിച്ചം 100 കൊണ്ട് ആടി വീട്ടിലേക്ക് കൈനറ്റിക്കൊണ്ടായി എടുത്ത് പോകുമ്പോൾ ദേ വരുന്നു അടുത്ത ഇരുട്ടടി. എന്താ? ആ വളവിൽ ഒളിച്ചിരുന്ന് നിലപിടിക്കുന്ന ജീവി പിടിച്ചു, ഊതനാന്ന് പറഞ്ഞു ഊതി, ബാക്കി 100 അവനും കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ അധ്വാനിച്ച് 500 കയ്യിൽ നിന്ന് പോയപ്പോൾ 3 കിലോ അരി കിട്ടിയതിന്റെ പേരാണ് വികസനം. കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന സ്നേഹിത, മദ്യപാനി എന്നറിയുന്നില്ല. ഇന്ന് സന്ധ്യാസമയം മദ്യപാനിയായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ബഹുമാനിയ സഹോദര, താങ്കൾ തിരിച്ചറിയണം. നീ കൊണ്ടുകൊടുക്കുന്ന 30, 40, 50 കൊണ്ട് മദ്യരാജാക്കന്മാർ അവന്റെ മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നു, എഞ്ചിനീയർ ആക്കുന്നു, വിദേശത്തയച്ച് പഠിപ്പിക്കുന്നു. നീ കൊടുത്ത കാശുകൊണ്ട് അവന്റെ മകൻ ഡോക്ടറായി കടുത്തെ കുഴലും തൂക്കി ആശുപത്രി വരാന്റെ കൂടെ കുടുങ്ങി നടന്നു വരുമ്പോൾ മദ്യപാനിയായ നീയോ അവന്റെ മുമ്പിൽ പോയി നെഞ്ചും വിരിച്ച് കിടക്കുക. നീ കൊടുത്ത കാശുകൊണ്ട് ഡോക്ടറായവൻ നിന്റെ നെഞ്ചത്ത് കുഴൽ വെച്ചിട്ട് പറയും, നന്ദിയുണ്ട് ചേട്ടാ, നന്ദിയുണ്ട് കേട്ടോ. എന്തിനാ? ചേട്ടൻ കൊടുത്ത 50-100 കൊണ്ട് എന്റെ പപ്പ എന്നെ ഡോക്ടറാക്കിയെന്ന് അവൻ പറയുമ്പോൾ മദ്യപാനി നീയോ, നിന്റെ കരൾ അരിപ്പായി, നിന്റെ ഹാർട്ട് വീക്കായി, നീ അവന്റെ മുമ്പിൽ കിടക്കുമ്പോൾ നിന്റെ കരൾ അരിപ്പായി, നിന്റെ ഹാർട്ട് വീക്കായി മദ്യപാനി, നിന്റെ തലമുറയോ നാളെ ലോകം അറിയപ്പെടുന്ന 1-ാം തരം കുടിയൻ അല്ലെങ്കിൽ കൊലപാതകി. കേൾക്കുന്നുണ്ടോ സ്നേഹിത? മദ്യം അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. അവന്റെ മക്കൾ ഡോക്ടറായി, നീയോ? എന്നെ കേൾക്കുന്ന മദ്യപാനിയായ സഹോദര, ഒരു കുഞ്ഞുടുപ്പിന് വേണ്ടി നിന്റെ കുഞ്ഞു കൊതിച്ചത് എന്നെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ? വേണ്ട. ഒരു സാരി, ഒരു ബ്ലൗസിന്റെ തുണി നിന്റെ കൈ കൊണ്ട് എടുത്തു കിട്ടുമെന്ന് നിന്റെ പ്രിയപ്പെട്ടവരെ ഉള്ളം കൊതിച്ചത് എന്നെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ? മദ്യം കഴിക്കുന്ന സ്നേഹിത, നിസ്സാര കാരണങ്ങൾ കൊണ്ട് അനേക കുടുംബങ്ങൾ പൊളിച്ചടുക്കിക്കളഞ്ഞ രംഗങ്ങൾ നമ്മുടെ മുമ്പിൽ പകൽ പോലെ വ്യക്തമല്ലേ? അനേക കുടുംബങ്ങൾ ഞങ്ങൾ കയറുന്നവരാ, ഞങ്ങൾ കാണുന്നവരാ. അനേക അമ്മമാരുടെ കണ്ണുനീര് ഞങ്ങൾ അറിയുന്നവരാ. അവരെല്ലാം പറയുന്നു, കുടുംബത്തകർത്ത് വിഷയം അന്വേഷിച്ച് അകത്ത് കയറിയാൽ വലിയ വിഷയമൊന്നും വേണ്ട. തൊഴിലുറപ്പിന് പോയ ചേച്ചി വൈകിട്ട് വന്ന് ഇച്ചിരി കഞ്ഞിയും വെച്ചൊരു മുട്ടയും പൊരിച്ചു കൊടുത്തു. കുടിച്ചു കയറി വന്ന ചേട്ടൻ ചോദിച്ചു, പുഴുങ്ങണ്ടതിന് പകരം പൊരിച്ചോടി മുട്ട. അന്നത്തിടി മൊത്തം അതിനാ. പിറ്റേന്ന് പാവപ്പെട്ടവൾ പുഴുങ്ങി വെച്ചു. അപ്പോഴോ പൊരിക്കണ്ടതിന് പകരം പുഴുങ്ങിയോടി മുട്ട. അന്ന് ഇടിയാ. 3-ാമത്തെ ദിവസം ഇടി പേടിച്ച് ഒരെണ്ണം പുഴുങ്ങിയും വെച്ചു, ഒരെണ്ണം പൊരിച്ചും വെച്ചു. വഴക്ക് വേണ്ട. അപ്പോഴോ പുഴുങ്ങണ്ട മുട്ടയെടുത്ത് പൊരിച്ചും വെച്ചു, പൊരിക്കേണ്ട മുട്ടയെടുത്ത് പുഴുങ്ങിയും വെച്ചു. ഇടിക്ക് യാതൊരു കുറവുമില്ല. നിസാരപ്പെട്ട വിഷയങ്ങളുമായി അനേക കുടുംബങ്ങൾ ഇന്നും തകരപ്പെട്ടുകൊണ്ടിരിക്കുന്ന രംഗം പകൽ പോലെ കാണുന്നില്ലേ? മദ്യം കഴിക്കുന്ന സ്നേഹിത, ഒരു കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ പോലും നീ ഒരു കോമാളിയല്ലേ? 3 വയസ്സുള്ള കുഞ്ഞു വിളിക്കുക, പാമ്പ് പാമ്പ്. എന്താ? അയലത്തെ വീട്ടിലെ തോമാച്ചൻ വെള്ളമടിച്ചിരുന്ന രംഗമാ. ചില അച്ഛന്മാർ അങ്ങനെയുണ്ട്. പ്രവാചകന്റെ പേര് വിട്ട് ഓടെ കിടക്കും. ശമൂവേൽ എന്നൊക്കെയാ പേര്, പ്രവാചകന്റെ പേരാ. സന്ധ്യയായാൽ ഓടലാ കിടപ്പ്. അവിടെ കിടന്നുകൊണ്ട് പാടും, കവിഞ്ഞൊഴുകണമേ എന്റെ മേൽ കവിഞ്ഞൊഴുകണമേ. അടുത്തിയെന്ന് നോക്കിയാൽ ഓടക്കകത്തും മേത്തൂടെ വെള്ളം ഒഴുകിപ്പോകുമ്പോ പാടുക, കവിഞ്ഞൊഴുകണേ. എടുത്തിയെന്ന് വിളിക്കും, ചേട്ടാ അച്ഛാ ചമ്മുവച്ച എഴുന്നേറ്റ് വീട്ടിൽ പോച്ചാന്ന് പറഞ്ഞാൽ അവിടെ കിടന്നുകൊണ്ട് പറയും, ശല്യപ്പെടുത്തരുത്, കുടുംബ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. കുടുംബ പ്രാർത്ഥന നടത്താൻ ഓടെ കിടന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ പോലും ഒരു കോമാളിയല്ലേ? കേൾക്കണമേ, വയറുവരമ്പത്തൂടെ 4 പരിപ്പുവട, ചൂട് പരിപ്പുവട വഴി കണ്ടപ്പോൾ കുടിച്ച് ഹിറ്റായ അച്ചായനും മക്കളോടൊരു സ്നേഹം. 4 എണ്ണം മേടിച്ച് മടിയിൽ പൊതിഞ്ഞു വെച്ച് ആടി വയലുവരമ്പത്തൂടെ പോയി. കാല് തന്നെ ചെളിക്കുണ്ടേ വീണു. ചെളിക്കുണ്ടേ വീണു മോന്തയ്ക്ക് ചെളി പറ്റിയപ്പോ എഴുന്നേറ്റ് തപ്പുക. എന്താ തപ്പുന്നത്? പരിപ്പുവട. തപ്പി കയ്യിൽ കിട്ടി ഒരെണ്ണം എടുത്ത് കടിച്ചുകൊണ്ട് വിളിച്ചു കൂവി, കണ്ടുപിടിച്ച്. നാട്ടുകാർ ഓടിക്കൂടി. എന്നാടാ കണ്ടുപിടിച്ച്? ഞാനാ കണ്ടുപിടിച്ച്. എടാ എന്താ കണ്ടുപിടിച്ച്? ഞാനാ കണ്ടുപിടിച്ച്. എടാ എന്താന്ന് അവൻ പറയുക, പരിപ്പുവട മേടിച്ചാൽ ആദ്യം അത് താഴോട്ടിടണം, പിന്നെ എടുത്ത് കടിച്ചാൽ പപ്സ് പോലിരിക്കും. അത് പുള്ളിയാ കണ്ടുപിടിച്ചത്. എന്നാ ഇപ്പൊ തന്നെ ഒരു പരിപ്പുവട മേടിച്ച് താഴെ ഇട്ട് നോക്കട്ടെ. വേണ്ട,
കാര്യം പറഞ്ഞുതരാം. എന്താ കാര്യം? ചെളിക്കുണ്ടിന്ന് ചൊറിത്തവളെ പിടിച്ച് കടിച്ചോണ്ടാ പറഞ്ഞത് പപ്സ് പോലെ ഇരിക്കുമെന്ന്. അത് പുള്ളിയുടെ കണ്ടുപിടുത്തമാണ്. തീർന്നില്ല. പാതിരാത്രി അടിച്ചു വിറ്റായ ചാണ്ടിച്ചായനെ തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കോളിംഗ് ബെല്ലടിച്ചു. മറിയാമ്മ ജനലേക്കൂടെ നോക്കി. ആരാ? ചാണ്ടിച്ചായനെ കൊണ്ടാക്കാൻ വന്നോരാ. ഓ, അവിടെ കാണാൻ ചാണ്ടിയേച്ച് പോ. അവള് കയറിപ്പോയി. കാര്യം ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ബെല്ലടിച്ചു. ആരാ? ചാണ്ടിച്ചായനെ കൊണ്ടാക്ക. അതല്ലേ അവിടെ ചാണ്ടാൻ പറഞ്ഞ്. ഉടനെ കൂട്ടുകാർ പറയുക, പൊന്നു പെങ്ങളെ പോകല്ലേ പോകല്ലേ, ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ആരാണ് ചാണ്ടിയെന്നൊന്ന് കാണിച്ചത്, എന്നാലല്ലേ കിടത്തിയേച്ച് പോകാനും. 15 മിനിറ്റായി തമ്മി ചോദിക്കുക, ആരാടാ ചാണ്ടി? നീയാണോ ചാണ്ടി? ഞാനാണോ? സ്വന്തം വീടറിയത്തില്ല. എന്നെ കേൾക്കുന്ന മദ്യപാനിയായ സ്നേഹിത, ഇന്ന് സന്ധ്യാസമയം ഒരു മാനസാന്തരം നിനക്ക് ആവശ്യമാ. പലപ്പോഴും ആഗ്രഹിച്ചിട്ടും നിർത്താൻ കഴിയാതെ പലവട്ടം പിഞ്ചുകുഞ്ഞിന്റെ തലയെ കൈവച്ച് എന്റെ പൊന്നോമന സത്യം, എന്റെ കുഞ്ഞു സത്യം, എന്റെ പ്രിയപ്പെട്ടവൾ സത്യം, ഇനി ഞാൻ കൈകൊണ്ട് തൊടത്തില്ലെന്ന് പറഞ്ഞിട്ടും പലവട്ടം തീരുമാനമെടുത്തിട്ടും അത് മാറ്റാൻ കഴിയാതെ പിന്നെയും മദ്യത്തിലേക്കും ലഹരിയിലേക്കും ആഞ്ഞു പോകുന്ന ബഹുമാന്യ സഹോദര, എവിടെയാണ് ഒരു പരിഹാരം? പറഞ്ഞു തരാം. ഈ സന്ധ്യാസമയം പറഞ്ഞു തരാം. 16-17 വയസ്സിൽ തിളയ്ക്കുന്ന യൗവനത്തിൽ കൂട്ടുകാരുമായി വെള്ളമടിച്ച്, കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പിൽ അടിയുണ്ടാക്കി, നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി നടന്ന് ഒരു ഭൂതകാലം എനിക്കുണ്ട്. ആ എന്റെ ജീവിതത്തിൽ 2002 ഒരു വെളിച്ചം കടന്നു വന്നു. ഏതാണ് ആ വെളിച്ചം? PSC പരീക്ഷയ്ക്ക് ഗവൺമെന്റ് പുറത്തിറക്കിയ ചോദ്യപേപ്പറിൽ 2 ചോദ്യങ്ങൾ ഞാൻ ഏനാത്തിന്റെ മുമ്പിൽ വെക്കാം. 2 ചോദ്യങ്ങൾ. അതിലൊന്നിങ്ങനെയായിരുന്നു, ഏഷ്യയുടെ വെളിച്ചം ആര്? ഏഷ്യയുടെ വെളിച്ചം ആര്? ജാതി മത ഭേദമന്യേ സകലരും ഉത്തരവെഴുതി. ശ്രീ ബുദ്ധൻ. ശരിയായ ഉത്തരം ശ്രീ ബുദ്ധൻ, ഏഷ്യയുടെ വെളിച്ചം. അടുത്ത ചോദ്യം, ലോകത്തിന്റെ വെളിച്ചം ആര്? ലോകത്തിന്റെ വെളിച്ചം ആര്? PSCക്ക് വന്ന ചോദ്യമാണ്. ജാതി മത ഭേദമന്യേ സകലരും ഒരു ഉത്തരവെഴുതി, കർത്താവായ യേശുക്രിസ്തു. പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലൂതിക്കൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. പ്രിയ സ്നേഹിത, യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭാര്യയും ഭർത്താവും കതക് തുറന്ന് അകത്തേക്ക് കയറി ആദ്യം തപ്പുന്നത് ഭിത്തിയല്ല. എന്താ? സ്വിച്ച് തപ്പുകയാണ്, ലൈറ്റ് ഇടാൻ. മുറിക്കകത്ത് ഇരുട്ട. വെളിച്ചം വന്നാൽ ഇരുട്ട് വഴിമാറും. മനുഷ്യനെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ ആത്മാവ് ഇബ്ലീസ്, പിശാച്, ശൈത്താൻ എന്ന് പല പേരിൽ പല നിലയിൽ അറിയപ്പെടുന്ന ഈ തരത്തിലുള്ള ഇരുട്ടിന്റെ ആത്മാവ് കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് വഴിമാറണമെങ്കിൽ വെളിച്ചം കടന്നു വന്നേ മതിയാകൂ. വെളിച്ചമാകുന്ന കർത്താവ് യേശുക്രിസ്തുവാകുന്ന ലോകത്തിന്റെ വെളിച്ചം ജാതി മത ഭേദമന്യേ ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടോ അവരുടെ പേരിനല്ല മാറ്റം, അവരുടെ മതത്തിനല്ല മാറ്റം, അവരുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പകൽ പോലെ ഏനാത്ത് വ്യക്തമാണ്. ഏനാത്ത് ഈ കവലയിൽ കൂടെ പലവട്ടം മുണ്ടും മടക്കി കുത്തി വെള്ളമടിച്ച് കറങ്ങി നടന്ന എത്രയോ അച്ചായന്മാര് നിങ്ങളുടെ മുമ്പിൽ തന്നെ വെള്ളയുടുപ്പ് വിട്ടുകൊണ്ട് ഈ സന്ദേശം വിളിച്ചു പറയുന്ന അനുഭവം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കാരണം അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു മാനവജാതിയുടെ ഹൃദയങ്ങളിൽ കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിന് ആകമാനൊരു മാറ്റം സംഭവിക്കുകയാണ്. കൊട്ടാരക്കരയിൽ ഒരിക്കലൊരു കവലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം പറഞ്ഞപ്പോൾ ബഹുമാന്യ പോലീസ് അധികാരികൾ അത് വഴി വന്നു. അവർ ചോദിച്ചു, എന്താ സംഗതി? ഇങ്ങനെ ഒരു പ്രസംഗമാ. നടക്കട്ടെ. ഒരു ചായ കുടി കഴിഞ്ഞ് ഇറങ്ങി വന്ന് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അടുത്തു വന്ന് കൈക്ക് പിടിച്ചൊന്ന് കുലുക്കിയിട്ട് പറഞ്ഞു, ഉപദേശിമാരെ, ഞങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാ. കാര്യം എന്തെന്നറിയാമോ? നിങ്ങളുടെ പ്രസംഗം കേട്ട് 2 എണ്ണം ഗുണപ്പെട്ടാൽ ഞങ്ങളുടെ ജോലി അത്രയും കുറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ പോലീസുകാരും അറിയാം ഇത് ഗുണപ്പെടുത്തുന്ന സന്ദേശമാ, ഇതാർക്കും ദോഷം വരുത്തുന്ന സന്ദേശമല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവാകുന്ന വെളിച്ചം കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ കടന്നു വന്ന് സമാധാനമുള്ള ഒരു ജീവിതം ഈ ഭൂമിയിലും. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവർ ഓരോരുത്തരും കയ്യിൽ മൈക്ക് കൊടുത്താൽ പറയും, ഇതുപോലുള്ള പ്രസംഗമൊക്കെ അലർജിയായിരുന്നൊരു കാലമുണ്ട്. ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് തന്നെ വല്ലാത്തൊരു മനോഭാവം. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ പ്രവീൺ ടോമിയുടെ ഗാനമേള മുക്കിന് 50,000 ബോക്സ് കെട്ടിവെച്ച് 24 അവേഴ്സ് ഗാനമേള അടിച്ചാലും ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ ഈ 10 മിനിറ്റ് സന്ദേശം കേൾക്കുമ്പോൾ ചിലർക്കുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ സ്നേഹിതരെ, ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഒരു വാക്കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നോക്കേ, ഈ യേശുക്രിസ്തു അകത്ത് വന്നതിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ പകൽ പോലെ വെളിച്ചമാണ്. ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർ ഒത്തിരി പേരുണ്ടല്ലോ. നിങ്ങളിൽ ആരെങ്കിലും മുന്നോട്ട് വന്ന് ഈ വാഹനത്തിലിരിക്കുന്ന, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകമോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വാഹനമോ ഇതെല്ലാം ഇവിടെ വാരിയിട്ട് കത്തിച്ച് ഈ ഗ്ലാസൊക്കെ അടിച്ചു പൊട്ടിച്ച് നിങ്ങൾക്ക് പ്രതിരോധിക്കാം. അഭിമാനത്തോടെ ഈ കവല നിന്നുകൊണ്ട് പറയും, ഈ നിൽക്കുന്ന ഞങ്ങളിൽ ആരും ചലിക്കത്തില്ല. കാരണം
ഈ പുസ്തകത്തിലെ ദൈവത്തിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് അവൻ ദൈവത്തെ പറഞ്ഞെങ്കിൽ ദൈവം നോക്കിക്കോളുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു സ്തോത്രം പറഞ്ഞങ്ങ് പോകും. എന്നാൽ മറിച്ച് നാളെ ഈ പട്ടണത്തിൽ പലതിന്റെയും ഒരു പേപ്പർ കീറിയാൽ കേരളം നിന്ന് കത്തും. കാരണം ദൈവത്തിന്റെ കൊട്ടേഷൻകാരെ കൊണ്ട് ഇപ്പൊ കേരളം നിറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇത് അക്രമത്തിന്റെ മാർഗമല്ല, പീഡനത്തിന്റെ മാർഗമല്ല, സ്ഫോടനത്തിന്റെ മാർഗമല്ല, വാളിന്റെ മാർഗമല്ല. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നും ശത്രുവിനെ ഉപദ്രവിക്കരുത്, അവനെ സ്നേഹിക്കണമെന്നും നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ശപിക്കരുത്, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നും പഠിപ്പിച്ച മഹാഗുരുവായ യേശുക്രിസ്തുവിന്റെ സന്ദേശം, ആ സന്ദേശം, ആ വെളിച്ചം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം കേൾക്കണേ. ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗമാണ് എയ്ഡ്സ്. ഈ എയ്ഡ്സ് രോഗത്തിന് ഏനാത്തുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ഒരു ഡോക്ടറെ കണ്ടു, അവന് സൗഖ്യമായാൽ, ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗത്തിന് സൗഖ്യം കിട്ടിയാൽ ഒരു പ്രാന്തനെ പോലെ അവരിവിടെ എല്ലാം വിളിച്ചു പറയും, ദേ ഇന്നടത്ത് പോയാൽ എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയും. ഇതിനേക്കാൾ വലിയ ആവേശം ഞങ്ങൾക്കുണ്ട്. കാരണം ഒരിക്കലും ആർക്കും നന്നാക്കാൻ കഴിയാതെ നീ ഒരു പാഴ് ജന്മമാ, നിന്നെ കൊണ്ടൊന്നും കുടുംബത്തിൽ ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞ് എന്റെ ഉമ്മ എന്നെ ഓർത്ത് കരഞ്ഞതാണ് വീട്ടിൽ അധികവും കരഞ്ഞിട്ടുള്ളത്. എന്നാൽ ഞാൻ അറിഞ്ഞ ഈ വെളിച്ചത്തെ എന്റെ ഉമ്മയും പെങ്ങന്മാരും വല്യമ്മയും അടക്കം ഞങ്ങൾ എല്ലാവരും ഈ വെളിച്ചത്തെയായി ഇന്ന് സേവിക്കുന്നത്. കാരണം എന്റെ ജീവിതത്തെ അവർക്ക് കഴിഞ്ഞ 13 വർഷമായി കൊള്ളാവുന്നൊരു മകനാക്കി കൊടുത്ത പുണ്യം. അതുകൊണ്ട് ഈ സന്ദേശം ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടോ സ്നേഹിതരെ, അവരുടെ എല്ലാ കുടുംബങ്ങളിൽ വെളിച്ചമിറങ്ങിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാനും വരുവാനുള്ള ലോകത്തിൽ സൗജന്യ നിത്യജീവൻ പ്രാപിക്കാനും ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യന് രക്ഷ നൽകുന്ന ഏകനാമം എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട് ഈ ഏനാത്ത് ദേശത്തിലെ ബഹുമാന്യ സഹോദരങ്ങളെ ഈ വെളിച്ചത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുമ്പോൾ ഞങ്ങളെ സദയം ക്ഷമിച്ച്, ഞങ്ങൾക്കറിയാം ഈ വാഹനം ഇവിടെ ഇട്ടിരിക്കുന്നത് പോലും ഇവിടെയുള്ള സ്ഥാപനങ്ങളുടെ മുമ്പിലാണ്. ഈ ശബ്ദം പോലും പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും ഈ ചുരുങ്ങിയ മിനിറ്റുകളിൽ ഞങ്ങളെ നിങ്ങൾ ക്ഷമിച്ചു. സദയം ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചു. എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ച് ഈ വ്യാപാര സ്ഥാപനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ബിസിനസിന്റെ അഭിവൃദ്ധിക്കായി, അവരുടെ ബിസിനസിന്റെ വർധനവിനായി, വാഹന തൊഴിലാളികളുടെ നന്മയ്ക്കായി, ഈ ഏനാത്ത് ദേശത്തിന്റെ സമാധാനത്തിനു വേണ്ടി ഒരു വാക്ക് ഈ ഏനാത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഈ യാത്ര തുടരുവാനായി ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ, പ്രിയ കർത്താവിന്റെ ദാസൻ അജി ആന്റണി ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ശക്തമായി പ്രസംഗിക്കുന്ന പ്രസംഗകൻ, അദ്ദേഹം മുന്നോട്ട് കടന്നു വന്ന് ഈ ഏനാത്ത് ദേശത്തിന്റെ സമാധാനത്തിനായി, ഞങ്ങളെ കേട്ട സഹോദരങ്ങളുടെ അനുഗ്രഹത്തിനായി ഒറ്റവാക്കിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നുപോകും. എല്ലാ സഹോദരങ്ങളെയും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്തുതിഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദപരിധിയിലൂടെ അവിടുത്തെ മാറ്റമില്ലാത്ത സന്ദേശം ശ്രമിച്ച എല്ലാ ശ്രോതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മലകളും നശിച്ചു പോകുന്നവർക്ക്